ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് പഠിച്ചെടുക്കാം. നോക്കുക, ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ. അപ്പോൾ ആരാണിത് ഡെവലപ്പ് ചെയ്തത്? ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ, എ ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഇൻ 1904. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് വെൻ വി ഡീൽ വിത്ത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഓണസ്റ്റി എക്സെട്ര. അപ്പോൾ നമുക്ക് വേരിയബിൾസ് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ഒപ്പം തന്നെ ക്വാളിറ്റേറ്റീവ് ഉണ്ടല്ലേ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ റുപ്പിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെയിറ്റ് കിലോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയും. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിളിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്നാണ് പറയുക. അത് ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഓണസ്റ്റി പോലുള്ള അത്തരത്തിലുള്ള വേരിയബിൾസിനെയൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളതിനെ ഈ റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോറിലേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നോക്കുക, അണ്ടർ ദിസ് മെത്തേഡ് കോറിലേഷൻ ഈസ് മെഷേർഡ് ഓൺ ദി ബേസിസ് ഓഫ് റാങ്ക്സ്. റാങ്കിൻ്റെ ബേസിലാണ് നമ്മൾ കോറിലേഷൻ ഇവിടെ മെഷർ ചെയ്യുന്നത്, റാദർ ദാൻ ദ ഒറിജിനൽ വാല്യൂസ് ഓഫ് ദി വേരിയബിൾ. അപ്പോൾ വേരിയബിൾസിന് വാല്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന വേരിയബിൾസിന് ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ടാവും. ആ വേരിയബിൾസിൻ്റെ വാല്യൂ വെച്ചല്ല, ആ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റാങ്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ കോറിലേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ദ വാല്യൂ ഓഫ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓൾവേസ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ട പോലെ തന്നെ നമുക്ക് കിട്ടുന്ന കോറിലേഷൻ വാല്യൂ എന്ന് പറയുന്നത് -1നും +1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും, ഇൻക്ലൂഡിങ് -1 ആൻഡ് +1 അല്ലേ. രണ്ടും ഉൾപ്പെടെയുള്ള വാല്യൂവിന് ഇടയ്ക്കുള്ള ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വാട്ട് ഈസ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ടും എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം, ഈ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം സ്മോൾ ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണല്ലേ. നമുക്ക് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷന് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചുകൊണ്ടാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - σ 6 × σ d² ഡിവൈഡ് ബൈ n × n² - 1 ആണ്. അതിന് നമുക്ക് ഇച്ചിരി സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 1 - 6 σ d² ഡിവൈഡഡ് ബൈ n³ - n. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പ്രോബ്ലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ റാങ്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 റാങ്ക്സ്, 2 റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളിത് വിളിക്കുക ഡി എന്ന് പറയുന്നത്. അപ്പോൾ R1 - R2, നമുക്ക് എക്സും വൈയുടെയും റാങ്കുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ R1 എക്സിനെ നമ്മൾ R1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വൈയെ നമ്മൾ R2 ആയിട്ട് എടുക്കും. അപ്പോൾ R1 - R2 ഈ റാങ്ക് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഡി എന്ന് പറയുന്നത്. then എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, എത്ര ഐറ്റമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അതിൻ്റെ എണ്ണത്തെ തന്നെയാണ് ഇവിടെയും n എന്ന് ഉദ്ദേശിക്കുന്നത്. ദിസ് മെത്തേഡ് ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ ദ ഫോളോവിങ് 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അപ്പോൾ നമുക്ക് 3 സെനാരിയോകളിൽ അല്ലെങ്കിൽ 3 സിറ്റുവേഷൻസിൽ നമുക്ക് ഈ റാങ്ക് കോറിലേഷൻ പഠിക്കാം. അതിൽ ഒന്നാമത്തത് വെൻ റാങ്ക്സ് ആർ ഗിവൺ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ റാങ്ക് ഡയറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുക? രണ്ടാമത്തത് വെൻ റാങ്ക്സ് ആർ നോട്ട് ഗിവൻ. റാങ്ക് നൽകിയിട്ടില്ലെങ്കിൽ റാങ്ക് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുക? മൂന്നാമത്തത് വെൻ ഈക്വൽ ഓർ ടൈഡ് റാങ്ക്സ്. ഒരേപോലെയുള്ള റാങ്ക് വരുമ്പോൾ, ഒന്നിൽ കൂടുതൽ പേർക്ക് ഒരേ റാങ്ക് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് ഈ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുക? അപ്പോൾ അങ്ങനെ 3 മെത്തേഡാണുള്ളത്. അതിൽ ഈ 2 മെത്തേഡ്, ആദ്യത്തെ 2 മെത്തേഡ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കേസ് നമ്പർ 1, വെൻ റാങ്ക്സ് ആർ ഗിവൺ. റാങ്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? റാങ്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ സിഗ്മ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്പീഡിൽ നോക്കാം. ഇൻ എ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ 2 ജഡ്ജസ് അവാർഡഡ് ദ ഫോളോവിങ് റാങ്ക്സ് ടു 8 പാർട്ടിസിപ്പൻസ്. അപ്പോൾ 8 പാർട്ടിസിപ്പൻ്റ് ആണുള്ളത്, 8 പാർട്ടിസിപ്പൻസ് അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് 8 ആണല്ലേ. 8 പാർട്ടിസിപ്പൻസിന് 2 ജഡ്ജസ് കൊടുത്ത മാർക്കിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ റാങ്കുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റാങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജഡ്ജ് എ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ റാങ്ക് ജഡ്ജ് നമുക്ക് ഇവിടെ 8, 7, 6 അല്ലേ. ഒന്നാമത്തെ പാർട്ടിസിപ്പൻറ്റിന് 8ാമത്തെ റാങ്ക് കൊടുത്തു ജഡ്ജി എ. ജഡ്ജി ബി അത് 7ാമത്തെ റാങ്കാണ് കൊടുത്തവർക്ക്. രണ്ടാമത്തെ പാർട്ടിസിപ്പൻറ്റിന് ജഡ്ജി എ 7ാമത്തെ റാങ്ക് കൊടുത്തപ്പോൾ ജഡ്ജി ബി 5ാമത്തെ റാങ്ക് കൊടുത്തു. അപ്പോൾ ആ രീതിയിൽ റാങ്കാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ വെൻ റാങ്ക്സ് ആർ ഗിവൺ, റാങ്കാണ് നിങ്ങൾക്ക് നേരിട്ട് നൽകിയിരിക്കുന്നത് അല്ലേ. ഫോളോവിങ് റാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റാങ്കാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി റാങ്ക് കോറിലേഷൻ മെത്തേഡ് അനുസരിച്ച് കമ്പ്യൂട്ടേഷൻ നടത്താൻ വേണ്ടി ഈ ഒരു ടേബിളാണ് നിങ്ങൾക്ക് ആവശ്യം. റാങ്ക് 1, റാങ്ക് 2 നൽകിയിരിക്കുന്ന റാങ്ക് 1 ആണല്ലോ അല്ലേ. ഇത് റാങ്ക് 1, ഇത് റാങ്ക് 2 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ, ഇതേ ഓർഡറിൽ തന്നെ, ഇതിന് അസെൻഡിങ് ഡിസെൻഡിങ് അങ്ങനെയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഒരേ ഓർഡറിൽ തന്നെ നിങ്ങൾ താഴോട്ട് എഴുതുക. 8, 7, 6, 3
ഇതുപോലെ തന്നെ താഴോട്ട് എഴുതുന്നു, റാങ്കുകൾ എഴുതുന്നു. R2 റാങ്ക് 2 അല്ലേ, ജഡ്ജ് ബിയുടെ റാങ്ക് 2 എഴുതുന്നു. അതിനുശേഷം R1 മൈനസ് R2 അല്ലേ, അതായത് റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് 8 മൈനസ് 7 പ്ലസ് 1, 7 മൈനസ് 5 പ്ലസ് 2, 6 മൈനസ് 4 പ്ലസ് 2 അല്ലേ, 2 മൈനസ് 3 ആകുമ്പോൾ -1 വരും. അപ്പോൾ ആ ചിഹ്നങ്ങൾ ഉൾപ്പെടെ നിങ്ങളിവിടെ എഴുതുക, ഡിഫറൻസ് എഴുതുക. ഡി എഴുതിയതിന് ശേഷം പിന്നെ ഡി സ്ക്വയർ, ഈ ഡീനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. അപ്പോൾ +1 ഇൻറ്റു +1 എന്ന് വെച്ചാൽ 1 തന്നെയാണ്. 2 ഇൻറ്റു 2 4. ആ രീതിയിൽ എല്ലാത്തിനും നമ്മൾ സ്ക്വയർ ചെയ്തെഴുതുന്നു. -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ 1 വരും അല്ലേ. സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവസാനം ഇതെല്ലാം നമ്മൾ കൂട്ടിയെടുക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ കിട്ടും. നമുക്ക് ഇക്വേഷനിൽ സിഗ്മ ഡി സ്ക്വയർ ആവശ്യമുണ്ട്, അതിനുവേണ്ടിയാണ് നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. 32 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ക്യൂബ് മൈനസ് n അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 32 സിഗ്മ ഡി സ്ക്വയർ എത്രയായിരുന്നു, 32 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 6 ഇൻറ്റു 32 എന്ന് കിട്ടും. അതിനുശേഷം ഡിവൈഡ് ബൈ n ക്യൂബ്, 8 ഒബ്സർവേഷനല്ലേ ഉണ്ടായിരുന്നത്, 8 പാർട്ടിസിപ്പൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 8 ക്യൂബ്, n ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ക്യൂബ് അല്ലേ, 8നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുക, 8 ഇൻറ്റു 8 ഇൻറ്റു 8 അല്ലേ. അപ്പോൾ 8 ക്യൂബ് മൈനസ് 8 അല്ലേ, n നമ്മൾ കുറയ്ക്കുകയും ചെയ്യണം, ഒരു n, അപ്പോൾ 8 എന്നുള്ളത് കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് 192 ഡിവൈഡ് ബൈ 512 മൈനസ് 8 എന്ന് കിട്ടും. 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 512 മൈനസ് 8 504 കിട്ടും. അപ്പോൾ 192 ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവസാനമാണ് നമ്മൾ 1ൽ നിന്ന് കുറയ്ക്കേണ്ടതെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. 1 മൈനസ് നമുക്ക് 0.38 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 0.62 അല്ലേ, 1 മൈനസ് 0.38 എന്ന് പറഞ്ഞാൽ 0.62. അപ്പോൾ നമുക്കിവിടെ ഒരു മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണല്ലേ. ഇവിടെ കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് സംഖ്യയാണ്, അതുകൊണ്ട് നമുക്കിത് പോസിറ്റീവ് കോറിലേഷൻ മനസ്സിലാവും. ഒരു നമുക്ക് 5, 6 അല്ലേ, 7 ആ റേഞ്ചിലേക്ക് വരുമ്പോൾ നമ്മളതിനെ മോഡറേറ്റ് കോറിലേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് 1നോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മളതിനെ ഹൈലി പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. നമുക്ക് 1ൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുമ്പോൾ, അതായത് 0.1 ഒക്കെ ആണെങ്കിൽ 0.2 ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ലോ ലെവൽ എന്ന് പറയാം. ഇവിടെ നമുക്കൊരു മോഡറേറ്റ് ലെവലാണ് അല്ലേ, ഒരു ആവറേജ് ലെവൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുക. ഇതുപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. 2 ലേഡീസ് വെർ ആസ്ക്ഡ് ടു റാങ്ക് 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് റാങ്കുകളാണ് നൽകിയിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ റാങ്കുകൾ നേരെ താഴോട്ട് ഇറക്കി എഴുതുക. ഇതുപോലെ തന്നെ റാങ്ക് 1 റാങ്ക് 2 എന്ന് എടുത്ത് എഴുതുക അല്ലേ. അതിനുശേഷം അതിൻ്റെ ഡിഫറൻസ് കാണുക, അതിൻ്റെ സ്ക്വയർ കണ്ടെത്തുക, ടോട്ടൽ കണ്ടുപിടിക്കുക അല്ലേ. 32 ടോട്ടൽ കിട്ടുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതുപോലെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 0.806 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കണ്ടസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ്. അപ്പോൾ നമുക്ക് 3 ജഡ്ജസ്, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ, നമുക്ക് 2 ജഡ്ജസ് വരെയാണെങ്കിൽ ഓക്കെ, നമുക്ക് സാധാരണ പോലെ ചെയ്യാം. ഇപ്പോൾ 3 ജഡ്ജസ് ഇവിടെ റാങ്ക് നൽകിയിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ജഡ്ജ്, സെക്കൻഡ് ജഡ്ജ്, തേർഡ് ജഡ്ജ്. ഇപ്പോൾ 3 ജഡ്ജസ് കൂടിയാണ് റാങ്ക് നൽകുന്നതെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ യൂസ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ടു ഡിറ്റർമൈൻ വിച്ച് പെയർ ഓഫ് ജഡ്ജ് ഹാവ് ദി നിയറസ്റ്റ് അപ്രോച്ച് ടു കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി. അപ്പോൾ ഏതൊക്കെ തമ്മിൽ, ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ജഡ്ജ്, രണ്ടാമത്തെ ജഡ്ജ്, മൂന്നാമത്തെ ജഡ്ജ് അല്ലേ. അപ്പോൾ ഈ 3 ജഡ്ജസിൻ്റെ റാങ്കുകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏതൊക്കെ ജഡ്ജുകൾ തമ്മിലാണ് ഒരേപോലെ അവർ ജഡ്ജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വിച്ച് പെയർ ഓഫ് ജഡ്ജ് ഹാവ് ദി നിയറസ്റ്റ് അപ്രോച്ച് ടു കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് ടു കമ്പയർ ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ദ ജഡ്ജ്മെൻറ്റ് ഓഫ്. അപ്പോൾ ഇങ്ങനെ 3 ജഡ്ജസ് കയറുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ 3 ജഡ്ജസുകളും തമ്മിൽ കമ്പയർ ചെയ്യണം. അതായത് ഫസ്റ്റ് ജഡ്ജ്, സെക്കൻഡ് ജഡ്ജ് നമുക്കൊരു കമ്പാരിസൺ നടത്താം. പിന്നെ രണ്ടാമത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും തമ്മിൽ കമ്പാരിസൺ നടത്താം. അപ്പോൾ അതുകൂടാതെ നമുക്ക് ഫസ്റ്റ് ജഡ്ജും പിന്നെ അതുപോലെ തന്നെ തേർഡ് ജഡ്ജും അല്ലേ. അങ്ങനെ അപ്പോൾ എല്ലാവരും തമ്മിലുള്ള കമ്പാരിസണായി. ഒന്നാമത്തെ ജഡ്ജ്, രണ്ടാമത്തെ ജഡ്ജ്, രണ്ടാമത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും, പിന്നെ 1, 3 തമ്മിൽ കമ്പയർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എല്ലാ ജഡ്ജസും തമ്മിലുള്ള കമ്പാരിസണായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ടേബിൾ കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ R1, R2, R3 അല്ലേ, അതായത് ഫസ്റ്റ് ജഡ്ജ്, സെക്കൻഡ് ജഡ്ജ്, തേർഡ് ജഡ്ജ്, അത് 3 നമ്മളിങ്ങോട്ട് എഴുതുന്നു. അപ്പോൾ ഇവിടെ റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3 വരും അല്ലേ. മൂന്നാമത്തെ ജഡ്ജ് ഉള്ളതുകൊണ്ട് റാങ്ക് 3 വരും. ഇനി നമുക്ക് D1 കണ്ടുപിടിക്കണം, D2 കണ്ടുപിടിക്കണം, D3 കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ജഡ്ജും സെക്കൻഡ് ജഡ്ജും തമ്മിലുള്ള റാങ്കിൻ്റെ ഡിഫറൻസ് അല്ലേ. അതായത് ഫസ്റ്റ് ജഡ്ജ് R1, സെക്കൻഡ് ജഡ്ജിൻ്റെ റാങ്ക് R2. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് നമുക്കിവിടെ D1 ആയിട്ട് എഴുതാം, ആദ്യത്തെ കേസിലുള്ള അല്ലേ, ഈ ഒരു ഡിഫറൻസ്. അപ്പോൾ 1 - 3 -2, 6 - 5 നമുക്ക് +1 അല്ലേ, അങ്ങനെ എഴുതാം. അതിനുശേഷം നമുക്ക് D2 കണ്ടുപിടിക്കണം. D2 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ്, അതായത് സെക്കൻഡ് ജഡ്ജും തേർഡ് ജഡ്ജും തമ്മിലുള്ള റാങ്കിൻ്റെ വ്യത്യാസം അല്ലേ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ജഡ്ജ്, അപ്പം തന്നെ ഇതാണ് തേർഡ് ജഡ്ജ് അല്ലേ. അപ്പോൾ 3 - 6 എത്രയാണ്, -3 ആണ്. 5 - 4 എത്രയാണ്, +1 ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അതുപോലെ D2 അത് ഡിഫറൻസ്
ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് D3 കണ്ടുപിടിക്കണം, അതായത് ഈ ഒരു കേസ് അല്ലേ, ഫസ്റ്റ് ജഡ്ജും തേർഡ് ജഡ്ജും തമ്മിലുള്ള അല്ലേ, ഇതും ഒപ്പം തന്നെ ഇതും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. അപ്പോൾ 1 - 6 - 5 6 - 4 +2 അങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ D3 കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ D1ൻ്റെയും D2ൻ്റെയും D3യുടെ ഒക്കെ സ്ക്വയറും കണ്ടുപിടിക്കും. ഇതെല്ലാം നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ D1 സ്ക്വയർ D2 സ്ക്വയർ D3 സ്ക്വയർ അല്ലേ. D1 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ D1, ഇതിൻ്റെ എല്ലാം സ്ക്വയർ നമ്മൾ D1 സ്ക്വയർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതും. ഇനി ഇത് D2ൻ്റെ സ്ക്വയർ അല്ലേ, ഇതിൻ്റെയൊക്കെ സ്ക്വയർ നമ്മൾ D2 സ്ക്വയർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതും. അതുപോലെ തന്നെ D3 സ്ക്വയർ കണ്ടുപിടിക്കുക. ഈ മൂന്നും ടോട്ടൽ ചെയ്യുക അല്ലേ, ഈ മൂന്നും നമ്മൾ ടോട്ടൽ ചെയ്ത് എഴുതുക. അപ്പോൾ സിഗ്മ D1 സ്ക്വയറും കിട്ടും, സിഗ്മ D2 സ്ക്വയറും കിട്ടും, സിഗ്മ D3 സ്ക്വയറും കിട്ടും അല്ലേ. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3 ജഡ്ജസും തമ്മിലുള്ള കമ്പാരിസൺ ഉള്ളതുകൊണ്ട് ആദ്യം നമുക്ക് ഇവിടെ റാങ്ക് കോറിലേഷൻ 1-2 കേട്ടോ. ഇത് 1-2 എന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജഡ്ജസ് തമ്മിലുള്ള റാങ്ക് കോറിലേഷൻ അല്ലേ, അതിൻ്റെ റാങ്ക് കോറിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഈ ഒരു സിഗ്മ D1 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സിഗ്മ D1 സ്ക്വയർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 6 × സിഗ്മ D സ്ക്വയർ എന്ന് പറയുമ്പോൾ 200 നമ്മൾ കൊടുക്കണം. താഴെയുള്ളത് സാധാരണ പോലെ 10 ക്യൂബ് 10 ഐറ്റമാണ് ഉള്ളത് അല്ലേ, 10 ക്യൂബ് -10. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ -0.212 എന്ന് കിട്ടും അല്ലേ. അതായത് നെഗറ്റീവ് കോറിലേഷനാണ്. ഈ ഒന്നാമത്തെ ജഡ്ജും രണ്ടാമത്തെ ജഡ്ജും തമ്മിലുള്ള കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ ഈ ഒരു D2 സ്ക്വയർ അല്ലേ, D2 സ്ക്വയർ അതിൻ്റെ ടോട്ടൽ വച്ചിരിക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തുകൊണ്ടാണല്ലേ, ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ അതിൻ്റെ ടോട്ടൽ അതാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ R23 എന്ന് എഴുതുക, അതായത് റാങ്ക് കോറിലേഷൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ജഡ്ജസ് തമ്മിലുള്ള റാങ്കിൻ്റെ കോറിലേഷൻ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് -0.297 എന്നാണ് കിട്ടുന്നത്. ഇവിടെയും നെഗറ്റീവ് കോറിലേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 214 എന്ന് പറയുന്നത് ഏതിൻ്റെ ടോട്ടലാണ്, ഈ പറഞ്ഞിരിക്കുന്ന D2 സ്ക്വയറിൻ്റെ ടോട്ടലാണല്ലേ 214. ഇനി നമുക്ക് D3 സ്ക്വയർ അല്ലേ 60. ഈ D3 സ്ക്വയർ എന്തായിരുന്നു, ഒന്നാമത്തെയും മൂന്നാമത്തെയും ജഡ്ജസ് തമ്മിലുള്ളായിരുന്നു അല്ലേ. അപ്പോൾ അത് R13 എന്ന് എഴുതുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 0.636 എന്ന് കിട്ടും, അതായത് പോസിറ്റീവ് കോറിലേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് കോറിലേഷൻ ഏറ്റവും കൂടുതൽ കോറിലേഷൻ വരുന്നത് ഏതൊക്കെ ജഡ്ജസ് തമ്മിലാണ്, ഒന്നാമത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും തമ്മിലുള്ള റാങ്ക് നിർണ്ണയത്തിലാണ് ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഒരേപോലെ ആയതല്ലേ. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ വന്നത്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ കോറിലേഷൻ ഇല്ലെന്നാണ് അർത്ഥം അല്ലേ. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും കോറിലേഷൻ ഇല്ലയെന്ന്, പോസിറ്റീവ് കോറിലേഷൻ വരുമ്പോൾ അത്രയും കോറിലേഷൻ ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ 0.636 എന്ന് വരുന്ന ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആയതുകൊണ്ട് വി കൺക്ലൂഡ് ദാറ്റ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ജഡ്ജസ് ഹാവ് ദി നിയറസ്റ്റ് അപ്രോച്ച് ടു കോമൺ ടേംസ് അല്ലേ. കാരണം അവർ തമ്മിലുള്ള അവരുടെ റാങ്ക് കോറിലേഷനാണ് പോസിറ്റീവ് മാക്സിമം വന്നിരിക്കുന്നത് അതിനകത്തായതുകൊണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യുക. നമുക്കിനി വെൻ റാങ്ക്സ് ആർ നോട്ട് ഗിവൺ, നമുക്ക് റാങ്ക്സ് നൽകിയിട്ടില്ല എങ്കിൽ, നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് ചെയ്ത പ്രോബ്ലങ്ങളെല്ലാം റാങ്കാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ റാങ്ക് നൽകിയിട്ടില്ലാത്ത കേസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ റാങ്ക് നൽകിയിട്ടില്ലെങ്കിൽ ഇത്രയുള്ള വ്യത്യാസം നമ്മൾ റാങ്ക് നൽകണം. റാങ്ക് നൽകുക എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ സൈസ് കൂടുതലുള്ളതിന് വാല്യൂ ഉള്ളതിന് വലിപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് വാല്യൂ ഉള്ള ആ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ഒന്നാമത്തെ റാങ്ക് കൊടുക്കണം. അതിനുശേഷം അതിനേക്കാളും കുറഞ്ഞ സൈസ് ഉള്ളതിന് രണ്ടാമത്തെ റാങ്ക്. അതുപോലെ നമുക്ക് റാങ്ക് അസൈൻ ചെയ്താൽ മതി. റാങ്ക് അസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൽ മതി, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇത് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫ്രം ദി ഫോളോവിങ്. അപ്പോൾ ഇവിടെ റാങ്ക് ഇവിടെ തന്നിരിക്കുന്ന റാങ്കാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഏതെങ്കിലും വാല്യൂസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു പക്ഷേ ജഡ്ജസ് ഇട്ട മാർക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ റാങ്ക് ആദ്യം എഴുതുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എക്സിൻ്റെ ഈ വാല്യൂസിൽ ഒന്നാമത്തെ റാങ്ക് ഏതിന് കൊടുക്കണം, ഏറ്റവും വലുത് ഏതാണോ അതിന് നമ്മൾ ഒന്നാമത്തെ റാങ്ക് കൊടുക്കണം അല്ലേ. 60, 56, 70, 80 അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ റാങ്ക് ഇവിടെ 90ക്കാണ് ഒന്നാമത്തെ റാങ്ക് വരുന്നത് അല്ലേ. 90ക്ക് ഒന്നാമത്തെ റാങ്ക് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് പിന്നെ വരുന്നത് 88 വരുന്നുണ്ടല്ലേ, അതിന് നമുക്ക് രണ്ടാമത്തെ റാങ്ക് കൊടുക്കാം. പിന്നെ എത്രയാണ് വരുന്നത്, 85 വരുന്നുണ്ട്, അതിന് നമുക്ക് മൂന്നാമത്തെ റാങ്ക് കൊടുക്കാം അല്ലേ. അതേ രീതിയിൽ നമുക്ക് റാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ് വൈ എന്ന് പറഞ്ഞ് താഴോട്ട് ഇതേ രീതിയിൽ തന്നെ ഓർഡറിൽ തന്നെ ഇങ്ങോട്ട് എടുക്കുക എഴുതുക. എക്സും ഒപ്പം തന്നെ വൈ എടുക്കുക എഴുതാം. അതിൻ്റെ എക്സ് എഴുതിയിട്ട് അതിന് തൊട്ടടുത്ത കോളത്തിൽ നമുക്ക് അതിൻ്റെ റാങ്ക് കൂടെ നിശ്ചയിച്ച് എഴുതാം. റാങ്ക് അപ്പോൾ നമുക്ക് 60 ഇങ്ങനെ എല്ലാത്തിനും റാങ്ക് കൊടുത്ത് ചെയ്യുമ്പോൾ 60ന് നമ്മൾ ആറാമത്തെ റാങ്ക് കൊടുക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 90ന് 1 കൊടുത്തു, 88ന് രണ്ടാമത്തെ റാങ്ക് കൊടുത്തു, അതിൽ താഴെ വരുന്ന 85ന് മൂന്നാമത്തെ റാങ്ക്, പിന്നെ 80നാണ് വരുന്നത് അതിന് 4 റാങ്ക് കൊടുത്തു. അങ്ങനെ ആ വലിപ്പം അനുസരിച്ച് നമ്മൾ റാങ്ക് കൊടുക്കുന്നു.
അതുപോലെ തന്നെ വൈ നമ്മൾ എഴുതുന്നു, വൈക്കും അതുപോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ റാങ്ക് നമ്മൾ 92 കൊടുത്തു, രണ്ടാമത്തെ 87 കൊടുത്തു അല്ലേ, വലിപ്പം അനുസരിച്ച് അതിനെ റാങ്ക് എഴുതി. അപ്പോൾ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് റാങ്കുകൾ മാത്രം. ഇതാണ് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ റാങ്ക് നേരിട്ട് നൽകിയായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. ഇപ്രാവശ്യം നമ്മളത് അഡീഷണലായിട്ട് റാങ്ക് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ റാങ്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. ഈ റാങ്ക് തമ്മിൽ ഡിഫറൻസ് എടുക്കുക, ഡി കണ്ടുപിടിക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിനുശേഷം അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷനായിട്ട് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നമുക്ക് 0.976 എന്ന് കിട്ടും. അപ്പോൾ 0.976 ഹൈലി പോസിറ്റീവ് കോറിലേഷൻ ആണല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. അതോടെ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിലെ രണ്ടിൻ്റെ നമ്മൾ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് റാങ്ക് കൊടുക്കണം അല്ലേ. ഇവിടെ പ്രത്യേകിച്ച് റാങ്ക് എന്ന് പറഞ്ഞിട്ടില്ല, താഴെ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് മാത്രം പറഞ്ഞിട്ടില്ല അല്ലേ. റാങ്കാണ് നൽകിയിരിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾ റാങ്ക് ചെയ്യണം അല്ലേ. റാങ്ക് ചെയ്തിട്ട് ഇതുപോലെ റാങ്ക് ചെയ്തിട്ട് റാങ്ക് നമ്മളുടെ ഡിഫറൻസ് എടുക്കുക, ഇത് ഡി കണ്ടുപിടിക്കുക, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അതിൻ്റെ ടോട്ടൽ എടുക്കുക അല്ലേ. അത് വെച്ചുകൊണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് 0.479 ഇവിടെ ആൻസറും കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ തനിയെ പ്രോബ്ലം ബുക്കിലേക്കും പേപ്പറിലേക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്പം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റമാണ് വെൻ ഈക്വൽ ഓർ ടൈഡ് റാങ്ക്സ്. ഒരേപോലുള്ള റാങ്ക് കിട്ടുമ്പോൾ എന്താണെന്നുള്ള അല്പം കാൽക്കുലേഷൻ കൂടുതലുണ്ട്, അല്പം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് അടുത്തത്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക്